റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. കായികമേളയിൽ സംഘർഷമുണ്ടായതിനു പിന്നാലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അച്ചടക്ക നീക്കവുമായി തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ ഗവൺമെന്റ് സ്കൂൾ. കലോത്സവത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്ന് രക്ഷിതാക്കളിൽ നിന്ന് എഴുതി വാങ്ങുന്നു. സ്കൂൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത സത്യവാങ്മൂലത്തിന്റെ പകർപ്പ് റിപ്പോർട്ടറിന്. നടപടി അംഗീകരിക്കാനാവില്ലെന്ന് ഒരു വിഭാഗം രക്ഷിതാക്കൾ. നീക്കം വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നെന്ന് കോട്ടൺ ഹിൽ സ്കൂൾ അധികൃതർ. ഋതുസീധർ, ഇത് കേട്ടുകേൾവിയില്ലാത്തതാണ്. പ്രതിഷേധിക്കാനും പ്രതികരിക്കാനുമുള്ള അവകാശമുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് കോട്ടൺ ഹിൽ സ്കൂളിൽ ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ എന്താണ് കാരണം? ഈ കായികമേളയുടെ സമാപന സമ്മേളനത്തിൽ നടന്ന പരിപാടിയെ തുടർന്ന് 2 സ്കൂളുകളെ, കോതമംഗലത്തെ സ്കൂളിനെയും നാവാമുകുന്ദ സ്കൂളിനെയും ബാൻ ചെയ്തിരുന്നു. അത് വരാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലാണോ കോട്ടൺ ഹിൽ സ്കൂൾ അധികൃതർ എടുത്തത്? തലതിരിഞ്ഞ തീരുമാനമാണല്ലോ റിനുസീധർ. അരുൺകുമാർ, തലതിരിഞ്ഞ തീരുമാനം എന്നതിനപ്പുറം അസാധാരണമായിട്ടുള്ളൊരു നടപടി എന്ന് വേണം വിശേഷിപ്പിക്കാൻ. കാരണം വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് തിരുവനന്തപുരത്തെ സർക്കാർ സ്കൂളായിട്ടുള്ള കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്നുണ്ടായിരിക്കുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ എച്ച്എമ്മുമായിട്ടൊക്കെ തന്നെ സംസാരിച്ചപ്പോൾ അവർ കൃത്യമായി പറയുന്നത് മന്ത്രി ഉൾപ്പെടെയുള്ളവർ വിളിച്ചു വരുത്തി വലിയ രീതിയിൽ ദേഷ്യപ്പെട്ടിരുന്നു. ജില്ലാ കലോത്സവത്തിൽ തന്നെ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കി, ബുദ്ധിമുട്ടുണ്ടാക്കി. അതുകൊണ്ട് തന്നെ കർശന നടപടിയെടുക്കും. അതുകൊണ്ട് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കരുത് എന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു നിർദ്ദേശമുണ്ടായി എന്നുള്ളതാണ്. അതിനെ തുടർന്ന് ിലേക്ക് പോകാൻ തങ്ങളെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് സ്കൂളിലെ അധികൃതർ പറയുന്നത്. അതായത് ഒപ്പിട്ട് നൽകണമെന്നാണ് രക്ഷിതാക്കൾ. ഏറ്റവും കൂടുതൽ സമ്മാനം വാരിക്കൂട്ടുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട സ്കൂളാണ് ഗവൺമെൻറ് കോട്ടൺ ഹിൽ സ്കൂൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായതോടുകൂടി കുട്ടികൾക്ക് തന്നെ അവരുടെ മാനസിക നിലയിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം നാളെ തന്നെ സംഘനൃത്തം ഉൾപ്പെടെയുള്ള മത്സര ഇനങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ പരിശീലനത്തിലാണ്. ഈ രക്ഷിതാക്കളെ, അതായത് ഈ കുട്ടികളുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി ഇതേ ഫോർമാലിറ്റിയിൽ നമ്മൾ ഈ പ്രേക്ഷകരിൽ എത്തിക്കുന്ന ഈ വാട്സപ്പിൻ്റെ സ്ക്രീൻഷോട്ട് അതേ ഫോർമാറ്റിൽ എഴുതി ഒപ്പിട്ട് നൽകണം എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം, അതായത് ഇത്തരത്തിൽ ഒപ്പിട്ട് നൽകാത്ത പക്ഷം ഒരു രീതിയിലും ഈ കുട്ടികളെ കലോത്സവത്തിൽ പങ്കെടുപ്പിക്കില്ല എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. നാളെ കലോത്സവം ആരംഭിക്കാനിരിക്കെയാണ് ഈ ഒരു വിവാദത്തിന് സ്കൂൾ അധികൃതർ തിരികൊളുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കായികമേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഇടപെടലുകൾ നടത്തിയ അല്ലെങ്കിൽ ചില ബഹളമുണ്ടാക്കിയ സ്കൂളുകൾക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നു. അത്തരമൊരു നടപടി തങ്ങൾക്കെതിരെയും എടുക്കുമെന്നുള്ളൊരു ഭയം, അത്തരമൊരു നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പ് നൽകി എന്നുള്ളതാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. അതിൽ പേടിച്ചാണ് അത്തരമൊരു ബുദ്ധിമുട്ടുകളോ ഇടപെടലുകളോ പ്രതിഷേധങ്ങളോ ഉണ്ടാകാതിരിക്കാൻ രക്ഷകർത്താക്കളിൽ നിന്ന് മുൻകൂറായി ഇത്തരമൊരു പേപ്പറിൽ, അതായത് വെള്ള പേപ്പറിൽ ഈ ഫോർമാറ്റിൽ എഴുതി രക്ഷകർത്താക്കളും കുട്ടികളും ഒപ്പിട്ട് നൽകണം എന്നുള്ളതാണ്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഒരു വിഭാഗം രക്ഷിതാക്കൾ പറയുന്നത്. നമ്മളെ സമീപിച്ച രക്ഷിതാക്കളും കുട്ടികളും വളരെ സങ്കടത്തോടു കൂടിയാണ് പറയുന്നത്. കാരണം നാളെ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുവാൻ പോകുന്ന കുട്ടികളിലെ രക്ഷകർത്താക്കളെ ഇന്ന് സ്കൂളിൽ വിളിച്ചു വരുത്തി ഇത്തരത്തിൽ എഴുതി ഒപ്പിട്ട് വാങ്ങുമ്പോൾ അത് കുട്ടികളുടെ മനോനിലയെ സാരമായി ബാധിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്നുള്ളതാണ്. അത് അധികൃതർ ഇതിൽ ഇടപെടണം. കൃത്യമായി തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എഴുതി നൽകിയില്ലെങ്കിൽ മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ട എന്നുള്ള ഒരു നിബന്ധന കൂടി സ്കൂൾ വെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ ഭയന്ന്, അതായത് എത്രയോ ദിവസത്തെ പ്രാക്ടീസാണ്, ഇപ്പോഴും ആ സ്കൂളിൽ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും നമ്മൾ തന്നെ, അതായത് മാധ്യമങ്ങൾ തന്നെ കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശീലനങ്ങൾ ക്യാമറയിൽ പകർത്തുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തൊരു സ്കൂളാണ് കോട്ടൺ ഹിൽ സ്കൂൾ എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് നടക്കുന്ന കലോത്സവത്തിലും സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്ന കലോത്സവങ്ങളിലും ഏറ്റവും കൂടുതൽ കപ്പുകൾ വാരിക്കൂട്ടിയ ഒരു സ്കൂൾ കൂടിയാണ്. ഈ സ്കൂളിലെ കുട്ടികളെ ഇത്രയും അധികം മനോവിഷമിപ്പിക്കുന്ന ഒരു നടപടിയാണ് സ്കൂൾ അധികൃതർ എടുത്തിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും രക്ഷിതാക്കൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നാളെ മത്സരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഇത്തരമൊരു പ്രതിഷേധവും കുട്ടികളുടെ മനോനിലയെ സാരമായി ബാധിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അസാധാരണ നടപടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അരുൺകുമാർ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കായികമേളയിൽ സമാപന പരിപാടിയിൽ 2 സ്കൂളുകൾ ബഹളമുണ്ടാക്കിയതിനെ തുടർന്നാണ് ആ സ്കൂളുകളെ ബാൻ ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചത്. പക്ഷേ അത് ശരിയായ നടപടിയല്ല എന്നാണ് സ്പോർട്സ് താരങ്ങളടക്കം പറയുന്നത്. കാരണം അത് കുട്ടികളുടെ ഭാവിയെ നശിപ്പിക്കില്ലേ? കുട്ടികൾ പ്രതിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അച്ചടക്ക നടപടി എടുക്കുക എന്ന് പറഞ്ഞൊരു കായികമേളയിൽ നിന്ന് ആ കുഞ്ഞുങ്ങളുടെ പെർഫോമൻസ് തടയാൻ എന്താ അവകാശമുള്ളത്? മാത്രമല്ല, രക്ഷിതാക്കൾ കായിക വിലക്ക് എന്നുള്ളത് വരാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളുടെയും നിലപാട്. സ്കൂൾ അധികൃതരും പറയുന്നത് തന്നെയാണ്. എന്താണ് ഇപ്പോൾ ഈ
സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്ന് പൂരിപ്പിച്ചെടുക്കുന്ന ഡിക്ലറേഷൻ ഫോം ഇങ്ങനെയാണ് കേട്ടോ. 63-ാം സ്കൂൾ കലോത്സവത്തിൽ ഈ വിഭാഗത്തിൽ ഡാഷ് ഇനത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ മകളായ പേരെ ക്ലാസ് ഡിവിഷൻ കുട്ടിയോ രക്ഷിതാക്കളായ ഞങ്ങളെയോ കലോത്സവത്തെ തടസ്സപ്പെടുത്തുന്ന യാതൊരു പ്രവൃത്തിയും ചെയ്യില്ല എന്നും സ്കൂളിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറില്ലെന്നും കലോത്സവ ജഡ്ജ്മെന്റ് ആക്ഷേപമുണ്ടാകുന്ന പക്ഷം നിയമപരമായ തുടർ നടപടികൾ മാത്രമേ ആശ്രയിക്കുകയുള്ളൂ എന്നും ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് രക്ഷിതാക്കൾ ഒപ്പിട്ട് കൊടുക്കണം അത്രേ. എന്ത് വിചിത്രമായ തീരുമാനമാണ് ഇതങ്ങനെ തന്നെയല്ലേ, നിയമപരമായിട്ടാണല്ലോ പോവുക. പ്രതിഷേധിക്കേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായ അവകാശമായി നിൽക്കുന്ന ഈ നാട്ടിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന പേരിൽ എഴുതി ഒപ്പിട്ട് വാങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ ചെയ്യാൻ പറ്റുക? ഇതൊരു കലോത്സവമല്ലേ, ഇതൊരു എന്താ പറയുക മിലിറ്ററി ട്രെയിനിങ് ഗ്രൂപ്പൊന്നും അല്ലല്ലോ. അപ്പോൾ വളരെ മോശം.